ഹലോ ഓൾ അസ്സലാമു അലൈക്കും. കുറച്ച് ദിവസമായി വീഡിയോസ് ഒന്നും ഇടാത്തത് വേറെ ഒന്നല്ല, കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്ന് ദുബായിലേക്ക് വന്നിട്ട് ഏകദേശം ഒരാഴ്ചയോളമായി. അപ്പോൾ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റില്ല. അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന തിരക്കും പിന്നെ ഇവിടുന്ന് നമ്മൾ റൂം ഷിഫ്റ്റ് ചെയ്യുന്നതും ആ ഒരു ടൈമൊക്കെ തിരക്കുള്ളത് കൊണ്ടാണ് ഞാൻ പിന്നെ കുക്കിംഗ് വീഡിയോ ഒന്നും ഇടാനൊന്നും കഴിഞ്ഞിട്ടില്ല. വന്നേരെ ഫുഡൊക്കെ പുറത്തുനിന്ന് തന്നെയാണ് കഴിക്കുന്നത്. പിന്നെ അപ്പം വന്ന് കുറച്ച് വീഡിയോസൊക്കെ ഞാൻ റൂമിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു, അത് തന്നെ കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് നോമ്പ് കുറിക്കാനായിട്ട് കസ്റ്റർഡാണ് കേട്ടോ, ഫ്രൂട്ട് സാലഡും കസ്റ്റർഡൊക്കെയാണ്. ഇക്കാക്കൊപ്പം ഫ്രൂട്ട് സാലഡ് എന്തായാലും നോമ്പിന് നിർബന്ധമാണ്. അപ്പം ഈ ഒരു ഫ്രൂട്ട് സാലഡ് പിന്നെ നമ്മൾ സാധാരണ ആക്കുന്നത് പോലെ കസ്റ്റർഡും ഇതൊക്കെ ഇട്ടിട്ട് പാലിൽ ഒന്ന് കുറുക്കിയെടുക്കും. അതിനുശേഷം ഉള്ള ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് മിൽക്ക് മെയ്ഡും പിന്നെ ക്രീമും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ക്രീമും മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ കൂടെ നട്ട്സും കറിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിനും ടേസ്റ്റ് കൂടും. അപ്പം ഇന്ന് ഉള്ള ഒരു നോമ്പ് മുറിയാണ് കേട്ടോ, വന്ന അന്നില്ല നോമ്പ് മുറിയാണ്. അപ്പം ഇതാ ഞാനിവിടെ ഫ്രൂട്ട്സും ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ എത്തിയതെന്ന് വെച്ചാൽ രാവിലെ ഇവിടുത്തെ സുബഹ് വാങ്ങാൻ കൊടുക്കുന്ന ആ ഒരു ടൈമാണ് ഇവിടെ എത്തിയത്. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പോളയും കറിയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്തിട്ട് എടുക്കലാണ്. പിന്നെ അതേപോലെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കല്ലുമ്മക്കായ് കറിയൊക്കെ ഉണ്ടായതുകൊണ്ട് ഈ ഒരാഴ്ച വേണ്ട എല്ലാ പിന്നെ ഫ്രോസൺ സാധനങ്ങളും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തറാവിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ ജസ്റ്റ് ഒന്ന് കഞ്ഞിയോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ലൈറ്റായിട്ടാണ് കഴിക്കൽ. അപ്പോൾ ഇതാ ഞാനൊന്ന് കല്ലുമ്മക്കായൊക്കെ പൊരിക്കലാണ്. ഇനി ഞാൻ പറഞ്ഞല്ലോ റൂം ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഞാൻ റൂം ഷിഫ്റ്റ് ചെയ്തിട്ട് പുതിയൊരു റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു റൂമിലേക്ക് എനിക്ക് ബാൽക്കണിയില്ല റൂം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ബാൽക്കണിയിൽ നിന്ന് ഒരു ചെറിയൊരു വ്യൂ ആണ് കേട്ടോ എടുത്തത്. അപ്പോൾ ആ ഒരു റൂമിൽ നിന്നില്ല ചെറിയ പിന്നെ വീഡിയോസൊക്കെയാണിത്. അപ്പോൾ രാവിലെ തന്നെ ഞാനൊന്ന് മൊത്തം ക്ലീൻ ചെയ്യാൻ തന്നെ കുറേ ടൈം എടുത്തിന്. പിന്നെ നമുക്ക് പെണ്ണുങ്ങൾക്ക് ഉള്ളതല്ലേ, പിന്നെ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് കിച്ചണാണ്. അപ്പോൾ കിച്ചൺ ഒതുക്കാനാണ് എനിക്ക് ഭയങ്കര പാട്. പിന്നെ മുമ്പിലെ പാത്രങ്ങളൊക്കെ ഇവിടെ ഉണ്ടായത് കൊണ്ട് പാത്രങ്ങൾ കൂടുതൽ വാങ്ങേണ്ടി വന്നിട്ടില്ല. ഇങ്ങനത്തെ ഒരു ബോട്ടിലൊക്കെയാണ് കൂടുതലും വാങ്ങേണ്ടി വന്നിട്ടുണ്ടായത്. അപ്പോൾ ഞാൻ ഓരോ പോക്കിനും ഈ ഒരു കുപ്പിയൊക്കെ ആ റൂമിൽ തന്നെ വെച്ചിട്ട് പോകുന്നുണ്ട്. റൂമിൽ അതിൻ്റെ കളറൊക്കെ മറന്നിട്ടുണ്ട്. പുതിയൊരു ഫ്രഷ്നെസ് തോന്നാനായിട്ട് ഞാൻ പുതിയൊരു ബോട്ടിലൊക്കെ മാറ്റിയിട്ടുണ്ടായിന്. പാത്രങ്ങളൊക്കെ മുമ്പേ ഉള്ള പാത്രം തന്നെയാണ് ഞാൻ യൂസ് ചെയ്യൽ. പോകുമ്പോൾ ഇവിടെ ഇങ്ങനെ പാക്കാക്കിയിട്ട് പോക്കാണ്. അപ്പോൾ ആ ഒരു കിച്ചണൊക്കെ സെറ്റാകാൻ ഒരു 2 ദിവസം എടുത്തിട്ടുണ്ടായിന്. അപ്പോൾ എല്ലാം ഓരോ ഇതിലും ഇടലാണ്. അപ്പോൾ വന്നപാട് ഒരു 4-5 ദിവസം വേറെ റൂമിലുണ്ടായത്. അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കലാന്ന്. കാരണം കുക്കിങ്ങൊക്കെ കൊണ്ടുവന്ന സാധനമൊക്കെ ജസ്റ്റ് ചൂടാക്കിയൊക്കെ ചെയ്യൽ. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ഇപ്പോൾ ഒന്ന് കുക്കിങ്ങിലൊക്കെ ഇറങ്ങുന്നത്. ഇതുവരെയായിട്ടും പുറത്തുനിന്നൊക്കെയാണ് ഫുഡൊക്കെ. അപ്പോൾ കണ്ടില്ല പാത്രമൊക്കെ കഴുകിയിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഉടക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീഡിയോസൊക്കെ ഇനി ഞാൻ തുടർച്ചയായിട്ട് ഇടാൻ നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്.